അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെയധികം മഹബ്ബത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയുണ്ടായി, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഹനത്തിന് പിൻസീറ്റിലിരുന്ന് മുആദ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തിരുന്നു. ആ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ലോകത്തുള്ളവരെല്ലാവരും ചേർന്ന് നിന്നെ സഹായിക്കുവാൻ ഉദ്ദേശിച്ച് നിനക്കൊരു സഹായം ചെയ്യണമെന്ന് അവർ ഉദ്ദേശിച്ച് സഹായം ചെയ്താലും ഇല്ലാ ബി ഖലാ ഇല്ല, അള്ളാഹുവിൻ്റെ ഖലാ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ ഖലാ ലോകത്തുള്ളവരെല്ലാവരും ചേർന്ന് സഹായിച്ചാലും അള്ളാഹു തആലയുടെ ഉദ്ദേശം വേറെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഖലാ ഉണ്ടെങ്കിൽ മാത്രമേ ആ സഹായം അവിടെ നടക്കുകയുള്ളൂ. ലോകത്തുള്ളവരെല്ലാവരും ചേർന്ന് നിനക്കൊരു ഉപദ്രവമേൽപ്പിക്കുവാൻ ഉദ്ദേശിച്ചാൽ അത് അള്ളാഹുവിൻ്റെ തീരുമാനം നിനക്ക് ഉപദ്രവം ഏൽപ്പിക്കണ്ട എന്നാണ് എങ്കിൽ അതും ഇല്ലാ ബി ഖലാ ഇല്ല, അള്ളാഹുവിൻ്റെ ഖലാ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അങ്ങനെ നാം ആമൻതു ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം നാം സദൃഢമാക്കുക. അങ്ങനെ നാം മഅരിഫത്തും, നാം അള്ളാഹുവിനെ നാം അറിയുകയും അള്ളാഹുവിനെ പറ്റി നാം കൂടുതൽ അറിയുവാനും നാം ശ്രമിക്കുക. അങ്ങനെ അൽ ഈമാനു ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം നാം സദൃഢമാക്കുക. ഖൈരിഹി വശർറിഹി മിനല്ലാഹി തആല, ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണെന്നുള്ളതായ വിശ്വാസം അത് ഈമാൻ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് നാം കൂടുതൽ അടുക്കുവാനും അള്ളാഹുവിനെ നാം കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ.